ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ക്യാബേജ് കൊണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചായക്കടിയുടെ റെസിപ്പിയാണ്. കഴിച്ചാലും കൊതി തീരാത്ത അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായക്കടിയാണിത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. ക്യാബേജ് ഈ ഒരു മുഴുവൻ ക്യാബേജും എടുക്കുന്നില്ല, ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ പകുതി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഞാനിവിടെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ഇതിന്റെ വലിയ ഹോളിൽ തന്നെ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മൾ ഇത് മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ ദാ ആ ഒരു പകുതി ക്യാബേജും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സബോള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും 1/4 സ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈവച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിതാ നല്ല പോലെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 125 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് കോൺഫ്ലവർ പൊടിയാണ്. കോൺഫ്ലവർ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവലുണ്ടെങ്കിൽ അവലൊന്ന് പൊടിച്ചിട്ട് ഇതുപോലെ ഈ ഒരു അളവിൽ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്കൊരു റെഡ് ഓറഞ്ച് ഫുഡ് കളർ ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഇത് നമുക്ക് വീണ്ടും കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് വെറുതെ ഈ മാവ് കയ്യിൽ ഇതുപോലെ ഒന്ന് നുള്ളി എടുത്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് എണ്ണയിലേക്ക്. ഈ ഒരു വലിപ്പത്തിലാണ് എല്ലാം എടുക്കുന്നത്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ഒരു കടായിൽ കൊള്ളുന്ന അത്രയും മാവ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. 1-2 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഈ ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ എല്ലാം എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ മുഴുവൻ മാവും ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചായക്കടിയാണ് തയ്യാറായിട്ടുള്ളത് എന്ന്. ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ക്യാബേജ് ഫ്രൈ ആണ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.